ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ജയൻ നായകനെ എത്തുന്ന ശരപഞ്ചരം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ ഒരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ പുറത്ത് കൊണ്ടുവന്നതുമാണ്. ഇപ്പോൾ സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയതാണ്. ഒരുപാട് പേർ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. ഹോറിസോൺ മൂവി ചാനലിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതിൻ്റെ ടീസർ. മികച്ച ഒരു ടീസർ എന്ന് തന്നെ പറയാം. 1 മിനിറ്റും 46 സെക്കൻഡുകളുമാണ് ഈ ഒരു ടീസറിനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഈ ഒരു സിനിമ ഇന്ന് പുതുജീവൻ നൽകി വരികയാണ്. 2025 ശരപഞ്ചരം റിലീസിനെത്തുമ്പോൾ അത് മറ്റൊരു ചരിത്രവും കൂടിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നായകൻ്റെ സിനിമ വീണ്ടും ഇറങ്ങുന്നു എന്നുള്ളതാണ്. പലരും കമൻസിലൂടെ പറയുന്നു അഭിനയത്തിൻ്റെ കാര്യങ്ങളും എല്ലാം. പക്ഷേ വെറും 6-7 വർഷം കൊണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രി പിടിച്ചടക്കിയ ഒരേ ഒരു നായകനാണ്. 40-50 വർഷമെടുത്തല്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം താരസിംഹാസനം ഒരുക്കിയത്. വെറും 6 വർഷങ്ങൾക്കിടയിൽ അതിൽ നായകനായത് തന്നെ വിരളമായ നാളുകളിൽ. അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. 2ഓളം ഇൻഡസ്ട്രി ഹിറ്റുകൾ തുടർച്ചയായിട്ട് തന്നെ മരണശേഷവും വീണ്ടും വലിയ വലിയ ഹിറ്റുകൾ ഇറങ്ങി എല്ലാ സിനിമകളും ആ റേഞ്ചിലേക്ക് എത്തിയ ഏക നടൻ എന്ന് തന്നെ പറയാം. അതാണ് ജയൻ. ജയനെ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു നടനും ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിക്കാം. മലയാള സിനിമയിൽ പ്രേം നസീർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ താരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു ജയൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇന്നും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ സത്യൻ മാഷിനോ നസീർ സാറിനോ ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാവരും ഇവിടുത്തെ ഏറ്റവും വലിയ നടന്മാർ തന്നെയാണ്. പക്ഷേ ജയൻ എന്ന നടൻ അതിൻ്റെയൊക്കെ ഒരു പിടി മുകളിൽ നിൽക്കുകയാണ്. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 40 വർഷങ്ങൾക്ക് ശേഷവും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ജനതയ്ക്കും അദ്ദേഹത്തെ ആ ഒരു ഇഷ്ടത്തോടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് പേർക്ക് വിയോജിപ്പുണ്ടാകും, കമൻസിലൂടെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രജനീകാന്തിൻ്റെ ആ ഒരു റേഞ്ചിനും മുകളിലെത്തിയതിന്. സൗത്ത് ഇന്ത്യയിലെ രജനീകാന്തിന് മുകളിൽ നിൽക്കാൻ കെൽപ്പുള്ള അത്ര ഒരു സ്റ്റൈലിഷ് ആക്ടർ തന്നെയാണ് ജയൻ എന്നുള്ളതാണ്. ഇവിടെ ശരപഞ്ചരം വീണ്ടും എത്തുകയാണ്. ശരപഞ്ചരം എത്തുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കാണാൻ എത്തുന്നത്? സിനിമയുടെ റിലീസ് 25/4/2025 അതുപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടീസർ കാണാൻ നിങ്ങൾക്ക് ചാനൽ ലിങ്കും ഇടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടീസർ ലിങ്ക് വേണ്ടെങ്കിൽ ഹൊറിസോൺ മൂവി ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മനോഹരം എന്ന് തന്നെ പറയാം. വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമയുടെ മറ്റൊരു തലത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള സിനിമ എന്ന് തന്നെ പറയാം. ഇന്ന് പലർക്കും അത് ദഹിച്ച് എന്നൊന്നും വരില്ല. പക്ഷേ ജയൻ്റെ കുതിരയെ തടവുന്ന സീൻ ഇന്നും ആളുകൾക്ക് രോമാഞ്ചമുളവാക്കുന്നത് തന്നെയാണ്. തിയേറ്ററുകൾ ഇളകി മറിഞ്ഞത് അന്ന് സിനിമ കണ്ട പലരും ഇന്നും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുന്ന ഒരു വാക്കുകൾ അതുതന്നെയാണ് ജയൻ. നമുക്ക് കാണാം ശരപഞ്ചരം തിയേറ്ററുകളിൽ. നിങ്ങൾ ആരൊക്കെയാണ് കൂടെ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. ജയൻ ആരാധകരോടാണ് പറയുന്നത്. ഒട്ടുമിക്ക മലയാളികളും ജയൻ്റെ ആരാധകർ തന്നെയാണെന്ന് അറിയാം. ഗ്രേ മീഡിയാസ്.